നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെയേറെ അനുയോജ്യമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതുപോലുള്ള ഓടിട്ട വീടുകൾ കേട്ടോ. ഇത് വന്നിട്ട് പുത്തൻ വീടാണ്. പുത്തനെന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷം മാത്രം പഴക്കമുള്ള വീടാണ്. വീട് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഒരു കമേഴ്സ്യൽ സ്പേസ് കൂടെ ഇതിനോട് ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പോത്തങ്കോട് വെഞ്ഞാറമൂട് മെയിൻ റോഡിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. നമ്മുടെ ഇത് വീട് ഫുള്ളായിട്ട് ഒരു 4 കെട്ട് ഡിസൈനിലാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 നിലകളിലായിട്ട് ഇതുപോലെ ഓട് ചെയ്ത് ഇടയിൽ വാർപ്പുണ്ട്. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ഈ വീടിൻ്റെ വിഷ്വൽസ് ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ താഴെ വരുന്ന കമേഴ്സ്യൽ സ്പേസ് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന കമേഴ്സ്യൽ സ്പേസ് കൂടെ കാണാം. വീട് വരുന്നത് 2500 സ്ക്വയർ ഫീറ്റിനടുത്ത് വീട് വരുന്നുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പോത്തങ്കോട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന വഴി തൈക്കാട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ടൊരു UIT യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ റോഡൊന്ന് കയറുമ്പം തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡ്, ആ റോഡ് ഫ്രണ്ടേജാണ് ആ മുന്നിലോട്ട് കാണുന്നത്. അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അത്ര അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. അവിടെ പമ്പ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമുക്കിതിൻ്റെ താഴെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത്. ശരിക്കും ബേസ്മെൻറ്റ് പോർഷൻ താഴെ നമുക്കൊരു കമേഴ്സ്യൽ സ്പേസും ആക്കി വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എൻട്രൻസ് ഇട്ട് നല്ല വീതിയുള്ള നല്ല നീറ്റായിട്ടുള്ള വലിയൊരു മുറ്റം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു വരാന്ത സ്പേസ് ഉണ്ട്. നമുക്ക് ഈ മുൻവശത്തുള്ള മിക്കവാറും എല്ലാ പണികളും ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ആംബിയൻസ് നോക്കി. ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു നടുമുറ്റമുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. നമുക്കൊരു 4 കെട്ട് ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഓട് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമുക്കവിടെ ഗ്ലാസ് കൂടെ ഇട്ടിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൂടെ മഴവെള്ളം അകത്തേക്ക് വരാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴവെള്ളം നമ്മുടെ അകത്തേക്ക് വന്ന് വീണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള രീതിയിൽ അതിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും വീടിനകത്ത് കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ്. നമ്മൾ ഈ ഓടിട്ട വീടാകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണ്. ഈ ഭാഗത്ത് നമ്മുടെ കിച്ചൺ വരും. കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു പുകയടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മിക്കല്ലും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഒരു ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനുണ്ട്. ശരിക്കും നമ്മുടെ ആ ഒരു കടയുടെ മേൽഭാഗത്താണ് ഈ ഒരു ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. കടയുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഈ താഴത്തെ നിലയിൽ 3 ബെഡ്റൂംസാണ് വരുന്നത്. അത് പോയിട്ട് ഒരു പൂജാമുറിയും കൂടെ ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഇത് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇനി നമുക്ക് 2 വലിയ ബെഡ്റൂമുകളും കൂടെ താഴത്തെ നിലയിൽ തന്നെ വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു റൂമും ഈ ഭാഗത്തായിട്ട് അടുത്തൊരു റൂമും. ഈ 2 റൂമുകൾക്കും കൂടെ ചേർത്ത് നമുക്കിതുപോലൊരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേഴ്സും ചെയ്തിട്ടുള്ളത് ഫുള്ള് വുഡിലാണ് കേട്ടോ. അതിന് ആ റെയിലിങ്ങും നമ്മുടെ ഈ സ്റ്റേഴ്സും വുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിങ്ങനെ കയറി വരുമ്പോഴും നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഈ പഴയ ഒരു തറവാട് വീടുകളൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ തട്ടുംപുറത്തേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വാർത്തെടുത്ത് നമുക്കൊരു നില പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വലിയൊരു കോമൺ സ്പേസ്. ഇതൊരു ഹോം തിയേറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു സാധനം ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഹോം തിയേറ്ററിന് വേണ്ട പ്രൊവിഷൻസ് എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ചുമ്മാ ഒരു ജിമ്മായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ലെങ്ത് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിലയിലും നമുക്കൊരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ചേർന്ന് ഇവിടെ ആഘോഷിക്കാനും ഈ ഒരു ബാത്റൂം സ്പേസ് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ മുൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനുണ്ട്. ഇത് നമ്മളെ ശരിക്കും ഒരു ടെറസാണ്. വെള്ളമെല്ലാം ഇതുപോലെ മേളിലേക്ക് ടാങ്ക് എടുത്ത് വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട നടുമുറ്റത്തിൻ്റെ ആ ഒരു മേൽഭാഗം കേട്ടോ. ഇതാണ് വീട്ടിൻ്റെ ടോപ്പ്. ശരിക്കും നല്ലൊരു ലൊക്കേഷനാണ്.
എങ്ങനെയാ വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അവർ പലവ്യഞ്ജന സാധനങ്ങളുടെ ഹോൾസെയിലാണ് ഇവിടെ താഴെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു ബിസിനസ് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല ഒരു ഹാർഡ്വെയർ ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിന് പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 10 സെൻറ്റിലാണ് നമുക്കിത് ഏകദേശം 4500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു കെട്ടിടം ഉള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നമുക്ക് താഴത്തും കൂടെ കണ്ടിട്ട് വില പറഞ്ഞുതരാം. നമ്മുടെ താഴത്തെ നിലയിൽ ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ കടമുറി വരുന്നത്. ഇത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന കടമുറിയും ഗോഡൗണും കൂടിയിട്ടുള്ളൊരു സ്പേസാണ്. നമുക്ക് മുൻവശത്ത് ഒരു ചെറിയ 2 ഷട്ടർ കടമുറിയായിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ഒരു ഗോഡൗൺ സ്പേസാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഇവർ പലവ്യഞ്ജനത്തിൻ്റെ ഹോൾസെയിലാണ് നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള ബിസിനസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കൊരു ഹാർഡ്വെയർ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ ചെറിയ ഐറ്റംസൊക്കെ അവിടെയും വെച്ച് വലിയ പൈപ്പുകളും കമ്പി അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒരു ഗോഡൗണിലേക്ക് കയറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവർക്ക് നമുക്ക് ഈ ബിസിനസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. മേളിൽ നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. വെഞ്ഞാറമൂട് നിന്നൊക്കെ വളരെ അടുത്താണ്. അതുപോലെ പോത്തൻകോട് നിന്ന് ഈസി ആക്സസ് ആണ്. പോത്തൻകോട് നിന്ന് വരുമ്പോഴത്തേക്കും തൈക്കാടെത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 2 കോടി രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.